ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോപ്പറേറ്റീവ് ലോയുടെ സെക്ഷൻസ് ആൻഡ് റൂൾസ് ആണ്. ഇനിയുള്ള എക്സാമുകൾ 31/10/2020 നടന്ന എക്സാമിൻ്റെ അതേ പാറ്റേൺ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സെക്ഷൻസും റൂൾസും കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് സഹകരണ നിയമത്തിൻ്റെ ഒറിജിനെ പറ്റി പഠിക്കാം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ 1852 ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻറ്റ് ആക്റ്റാണ് ആദ്യമായി സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്ട്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 1904 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് അടിസ്ഥാനമാക്കി ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് മദ്രാസിലായിരുന്നു. 1892 അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് മെൻലോക്ക് 1892 യൂറോപ്പിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഫെഡറിക് നിക്കോൾസിനെ അപ്പോയിൻറ്റ് ചെയ്തു. 1895 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ജർമ്മനിയിലെ റൈഫേഴ്സൺ രീതിയിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെയാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ ക്യാപ്ഷൻ ഫൈൻഡ് റൈഫേഴ്സൺ എന്നായിരുന്നു. 1901 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹഡ്സൺ ഫാമിൻ കമ്മീഷനെ രൂപീകരിച്ചു. അതിലെ അംഗങ്ങളായിരുന്നു എഡ്വേർഡ് ലോ, ഡ്യൂപ്പർനെക്സ്, ഫ്രെഡറിക് നിക്കോൾസൺ. ഈ കമ്മിറ്റി പൂർത്തിയാക്കിയ റിപ്പോർട്ട് പ്രകാരം 1904 മാർച്ച് 25 ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം നിലവിൽ വന്നു. അതാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, ആക്ട് നമ്പർ 10. 1904 ആക്ടിന് 29 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1904 ആക്ടിനെ കുറിച്ച് പോരായ്മകളും ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഈ ആക്ട് വഴി രൂപീകരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെ രൂപീകരിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുപോലെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത് വ്യക്തികൾക്ക് മാത്രമായിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റികൾ രൂപീകരിക്കാനുള്ള വ്യവസ്ഥകളും ഇല്ലായിരുന്നു. പ്രധാനമായിട്ടും അൺലിമിറ്റഡ് സഹകരണ സംഘങ്ങൾ ഗ്രാമങ്ങളിൽ രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ആക്ട്. ഇംഗ്ലണ്ടിലെ 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിൻ്റെ വ്യവസ്ഥകളുടെ മാതൃകയിലായിരുന്നു 1904 നിയമത്തിൻ്റെ വ്യവസ്ഥകളും. സംഘങ്ങളെ റൂറൽ എന്നും അർബൺ എന്നും തരംതിരിച്ചു. അതുപോലെ 1904 ആക്ട് പ്രകാരം രജിസ്ട്രാർ നേരിട്ടായിരുന്നു ഓഡിറ്റ് നടത്തിയിരുന്നത്. ഈ നിയമത്തിൽ പല പോരായ്മകളും ഉണ്ടായിരുന്നു. അങ്ങനെ അത് നികത്തുന്നതിന് വേണ്ടി 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു, ആക്ട് നമ്പർ 11. ഈ ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമല്ല നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളും രജിസ്റ്റർ ചെയ്യുന്നതിന് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. സെൻട്രൽ സൊസൈറ്റികളും ഈ നിയമപ്രകാരം രൂപീകരിക്കാൻ വ്യവസ്ഥയുണ്ടായി. ഈ ആക്ട് പ്രകാരം മെമ്പർഷിപ്പ് വ്യക്തികൾക്ക് മാത്രമല്ല സൊസൈറ്റികൾക്കും അനുവദിച്ചു. ഈ ആക്ടിന് 50 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആക്ട് പ്രകാരം സൊസൈറ്റികളെ ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും തരംതിരിച്ചു. ഈ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ട മിനിമം നമ്പർ 10 ആയിരുന്നു. സംഘങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1914 മാക്ലഗാൻ കമ്മിറ്റിയെ നിയമിച്ചു. 1915 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ആക്ട് നിലവിൽ വന്നത് ബോംബെയിലാണ് 1925. രണ്ടാമത് വന്നത് മദ്രാസ് പ്രൊവിൻഷ്യൽ ആക്ട് 1932. സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. അതാണ് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942, ആക്ട് നമ്പർ 6. പിന്നീട് ആ ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന പേരിൽ 1984 നിലവിൽ വന്നു, ആക്ട് നമ്പർ 51. ഈ ആക്ട് അമെൻഡ്മെൻറ്റ് ചെയ്തത് 2002 2010 വീണ്ടും അമെൻഡ് ചെയ്തു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സെക്ഷൻസ് ആണ്. സെക്ഷൻ 4 സെൻട്രൽ രജിസ്ട്രാർ, സെക്ഷൻ 27 എഡ്യൂക്കേഷൻ കോഴ്സ് ഫോർ മെമ്പേഴ്സ്, സെക്ഷൻ 39 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിലേക്ക് കടക്കാം. കേരളത്തിൽ പ്രധാനമായും 3 അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്: കൊച്ചി, ട്രാവൻകൂർ ആൻഡ് മലബാർ. ആദ്യമായി നിലവിൽ വന്നത് 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ആ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് അവിടുത്തെ ദിവാനായിരുന്നു ശ്രീ രാജഗോപാലാചാരി. ഈ ആക്ട് പ്രകാരം
രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ് ഇടവനക്കാട് പരസ്പര സഹായ സംഘം. 1914 അത് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ അത് ഇടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം നിലവിൽ വന്ന ആക്റ്റാണ് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. 1915 ഈ ആക്ട് പ്രകാരം ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നു. അതിൻ്റെ ഫംഗ്ഷൻ ആരംഭിച്ചത് 1916. അപ്പോൾ 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് ഇടവനക്കാട് പരസ്പര സഹായ സംഘവും 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കുമാണ്, ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കുമാണ്. 1912 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കൊടുവായൂർ ഐക്യനാണയ സംഘം എന്ന പേരിൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മലബാർ ഏരിയ ആയിരുന്നു. ഓൾഡസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള എന്ന് പറയുന്നത് കൊടുവായൂർ ഐക്യനാണയ സംഘമാണ്. അപ്പോൾ 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് ഇടവനക്കാട് പരസ്പര സഹായ സംഘവും 1914 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കുമാണ്. കൊടുവായൂർ ഐക്യനാണയ സംഘം രജിസ്റ്റർ ചെയ്തത് 1912 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ഓൾഡസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിക്കുമ്പോൾ കൊടുവായൂർ ഐക്യനാണയ സംഘമാണ്. 1949 ട്രാവൻകൂറും കൊച്ചിയും തമ്മിൽ മെർജ് ചെയ്ത് 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനൗൺസ് ചെയ്തു. അത് നിലവിൽ വന്നത് 1952 പിന്നീട് 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് നിലവിൽ വന്ന സമയത്ത് മലബാർ പ്രദേശത്തെ 1932 മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1952 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ കേരള സംസ്ഥാനത്തിന് മുഴുവനായി ഒരു നിയമം ആവശ്യമായി വന്നു. അങ്ങനെ 1969 മെയ് 15 21 നമ്പർ ആക്റ്റായി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. ഈ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് അപ്പോഴത്തെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ PR കുറുപ്പായിരുന്നു. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ്. 1969 ആക്ട് നിലവിൽ വരുന്ന സമയത്തെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് പറയുന്നത് PR കുറുപ്പുമാണ്. 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ 110 സെക്ഷൻസും 201 റൂൾസുമാണുള്ളത്. ആക്ട് നിലവിൽ വന്നത് 15/5/1969. റൂൾസ് നിലവിൽ വന്നത് 14/7/1969. നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇൻ ആക്ട് എന്ന് ചോദിച്ചാൽ 16ഉം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇൻ റൂൾസ് എന്ന് ചോദിച്ചാൽ 15ഉമാണ്. അതുപോലെ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് 3 ആണ്, അപ്പൻഡിക്സും 3 ആണ്. ഷെഡ്യൂൾഡ് 1 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ വിച്ച് ഓൾ അപ്പോയിൻമെൻറ്റ്സ് ഷാൽ ബി മെയ്ഡ് ഫ്രം PSC. 1995 29 സൊസൈറ്റികൾ PSCക്ക് കൊടുത്തു. ഷെഡ്യൂൾഡ് 2 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം: വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഷെഡ്യൂൾഡ് 3 ലിമിറ്റേഷൻ പീരിയഡ് ഓഫ് ഫയലിംഗ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ്. അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പൻഡിക്സ് 2 പറയുന്നത് ഫോംസ് ആണ്. 39 ഫോംസ് ആണുള്ളത്. അപ്പൻഡിക്സ് 3 പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. ഫോംസിനെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് സെക്ഷൻസ് ആൻഡ് റൂൾസ് ആണ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ആണ്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 2A അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരേ ഉദ്ദേശമുള്ള സംഘങ്ങൾ മാത്രം അംഗങ്ങളായുള്ളതും സ്റ്റേറ്റ് മുഴുവൻ പ്രവർത്തന പരിധിയുള്ളതും അപ്പെക്സ് സൊസൈറ്റി എന്ന് രജിസ്ട്രാർ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ സംഘമാണ്. സെക്ഷൻ 2AA അസിസ്റ്റഡ് സൊസൈറ്റി. സെക്ഷൻ 2AB ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 2B ബൈലോ. C സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. D സെൻട്രൽ സൊസൈറ്റി.
DA ചീഫ് എക്സിക്യൂട്ടീവ്, E കമ്മിറ്റി, EA കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, അങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ് ആണ് സെക്ഷൻ 2 പറയുന്നത്. സെക്ഷൻ 2 ഡെഫിനിഷൻസിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അടുത്തത് സെക്ഷൻ 3 രജിസ്ട്രാർ. സെക്ഷൻ 3 പ്രകാരമാണ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ IAS ഓഫീസർ ആയിരിക്കണം. IAS ഓഫീസർ ആയിരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തത് VL മേത്ത കമ്മിറ്റിയാണ്. രജിസ്ട്രാറിനെ പറ്റി പറയുന്ന ഡെഫിനിഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ Pയിലാണ്. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ C ഗോവിന്ദപിള്ളൈ. C ഗോവിന്ദപിള്ളയായിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് രജിസ്ട്രാർ. ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കേരള P ശിവരാമൻ പിള്ളൈ. കേരള സ്റ്റേറ്റ് രൂപീകരിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് രജിസ്ട്രാറാണ് P ശിവരാമൻ പിള്ളൈ. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഡെലിഗേഷൻ ഓഫ് പവർ ഓഫ് രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്. ബാക്കി സെക്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. താങ്ക്